ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നമുക്ക് ക്രിസ്മസ് കളക്ഷൻസിൽ ഒരു ഷ്രഗ് വിത്ത് ഇന്നർ കാണാം കേട്ടോ. ഇതിപ്പോ ഞാനിപ്പം ഇന്നർ ചെയ്തേക്കുന്നത് നല്ല റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. ഓവർ റെഡ് അല്ല, നല്ല റെഡിഷ് മെറൂൺ കളറിലേക്കാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ ഷ്രഗിന്റെ കൂടെ ഇന്നർ സ്ലീവ്ലെസ് നമ്മൾ വിത്ത് ലൈനിങ് സ്ലീവ്ലെസ് ഇന്നറാ ചെയ്തേക്കുന്നത്. അത് വേണമെങ്കിൽ ഗ്രീനിലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ സെയിം ടോൺ തന്നെ ക്രീമോ അല്ലെങ്കിൽ അങ്ങനെ ഏത് കളറിലോട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം റെഡ് പെയർ ചെയ്തേ ഉള്ളൂ, അപ്പൊ നിങ്ങൾ കളർ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഇപ്പം ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നത് ഇത് ഡയബിൾ ഫാബ്രിക് ആണ് കേട്ടോ, പ്യുവർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഷ്രഗ് ഡ്രൈ വാഷ് ചെയ്യണം. ഇതിൽ ഓൾ ഓവർ ഇതുപോലെ സീക്വൻസും ലൈൻസും പോയിട്ടുണ്ട് കണ്ടോ. നല്ല കുഞ്ഞ് ഒരു നല്ല ഭംഗിയുള്ള വർക്കാണ്. അതുകൊണ്ട് വിത്തൗട്ട് ലൈനിങ് ഈ ഷ്രഗ് നമ്മൾ ചെയ്തേക്കുന്നത് എ ലൈൻ ആണ്. അതുപോലെ ഇന്നർ ഇതേപോലെ സ്ലീവ്ലെസ് വിത്തൗട്ട് സ്ലിറ്റ് ആണ് ചെയ്തേക്കുന്നത്, വിത്ത് ലൈനിങ് ആണ്. ഓക്കെ, അപ്പം ഇത് എ ലൈൻ ആണ്, പുറത്തേട്ട് എ ലൈനാണ് ചെയ്തേക്കുന്നത് കോളർ വെച്ചിട്ട്. ഇനി ഒരു പാറ്റേൺ, ഇത് കോട്ടണിലുള്ളതാണ് കേട്ടോ. ഇത് വിത്ത് നല്ല എന്താ പറയാ, ഇതിൽ നമ്മൾ യോക്ക് വരേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ലൈനിങ് കൊടുത്തിട്ടില്ല. എ ലൈൻ പാറ്റേൺ ആണ്. ഇതുപോലെ ഫുള്ളി ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, പിങ്കും പീച്ചും ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേൺ വേറെ ഇത് കാണിച്ചു തരാം. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ നല്ല ഭംഗിയായിട്ടോ. നമുക്ക് ഒരു ആംഗിൾ ലെങ്ത് ഇതുപോലെ ക്രീം കളർ ബോട്ടം വേറെ ചെയ്താൽ നമ്മൾ യോക്ക് വരേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല സിമ്പിൾ പാറ്റേൺ ആണ്, ഫ്രോക്കായിട്ട് വെയർ ചെയ്യാം. വേണമെങ്കിൽ ബോട്ടം കൂടെ പെയർ ചെയ്ത് കുർത്തിയായിട്ട് വെയർ ചെയ്യാം. ഓക്കെ, പിന്നെ എല്ലാ സൈസ് ഇതിന്റെ റേറ്റ് വരുന്നത് 1990 ആണ്. നേരത്തെ കാണിച്ച ഷ്രഗ് വിത്ത് ഇന്നറിന്റെ 2450 ആണ് 2 പീസ് വരുന്നത്. ഓക്കെ, ക്രീം കളറാണ് കേട്ടോ, ഒരു ഐവറി കളർ. അതിനകത്തോട്ട് നമ്മൾ ബ്ലാക്കിൽ ഹാൻഡ് വർക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്ലീവ് ലൈനിങ് വെച്ചിട്ടുണ്ട്, സ്ലീവിന്റെ എൻഡിൽ ഒരു ചെറിയ പൈപ്പിംഗ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് 3 പീസ് സെറ്റായിട്ട് പെയർ ചെയ്യാന്ന് വിചാരിച്ചത്, അതായത് ബ്ലോക്ക് ഒരു സെയിം ബോട്ടൊക്കെ കൊടുത്ത് ദുപ്പട്ടയൊക്കെ. പക്ഷെ ഇത് ചെയ്ത് തന്നപ്പോൾ നല്ല ഹെവി ആയി. പിന്നെ ഇതിന്റെ ദുപ്പട്ടയല്ല കേട്ടോ. ഞാൻ എന്നാലും ഇതുപോലെ നമ്മൾ ജോർജറ്റിലോട്ട് ഈ ഒരു ബോർഡർ വെച്ചിട്ട്, ബ്ലാക്ക് ഒരു ബോർഡർ ആണ് കേട്ടോ, സിമിലർ ആയിട്ടുള്ള ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് നമ്മൾ ബോർഡർ ചെയ്യാം. ഈ ഇടയിലുള്ള ആപ്ലിക്കൊന്നും ഉണ്ടാവില്ല. ഇത് വേറെ ദുപ്പട്ടയാണ്, ഞാൻ നല്ല ഭംഗിയായി ഇപ്പൊ പെയർ ചെയ്തതാണ്. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ വർക്ക് ഇതാ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്രയും വെയിറ്റ് ആണ്. ഇത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന വർക്കാണ്. ഇത് കണ്ടോ, ബ്ലാക്ക് കട്ട് ബീഡ്സ് ഇട്ടിട്ട് ഇടയിൽ സിൽവർ കളർ ഇട്ടിട്ടുണ്ട്. ഈ ബോർഡർ എല്ലാം 3 ലെയർ ആയിട്ട് ബോർഡർ കൊടുത്തിട്ട്, അത് കണ്ടോ സ്കാലപ്പൊക്കെ ചെയ്തേക്ക് നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ. ഇതുപോലെ സ്കാൽപ്പൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇതുപോലെ നെക്കിൽ ഇതുപോലെ സ്കാൽപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത്രയും ഹെവി അല്ലാതെ കുറച്ചും കൂടെ ലൈറ്റായിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതാ ഞാനിത് ഒത്തിരി ഹെവിയായി എല്ലാവരും ഭയങ്കര റേറ്റാന്ന് പറയില്ലേ, അപ്പം ഇതുപോലെ ചെറിയൊരു അധികം വർക്കില്ലാണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലുക്കും ഞാൻ കാണിച്ചു തരാം. ഇതിനും ആ സ്കാൽപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഐവറി കളറാണ്. ഇതിനും ഇതേപോലെ നമുക്ക് ഇതുപെട്ട പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണും വെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ഓൺലി വേണമെങ്കിൽ ഇതേപോലെ ഉണ്ടാവും, സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ടോ. ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമാണ്. ടോപ്പ് ഓൺലി ആയിട്ട് ഇതേപോലെ ഉണ്ടാവും. ദുപ്പട്ട വേണമെങ്കിൽ നമ്മൾ ക്രീമിലോട്ട് ജോർജറ്റിലോട്ട് ഇതേപോലെ ഒരു ബ്ലാക്ക് ബോർഡർ വെച്ച് തരാം. അതല്ല പൈപ്പിങ്ങോ ലേസോ എന്ത് വെച്ചാലും ഭംഗിയായിരിക്കും. ഒരു ബ്ലാക്ക് ലേസ് ഒക്കെ കോമ്പിനേഷൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പാറ്റേൺ വേറെ ചെയ്ത് കാണിച്ചു തരാം.